ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, അതും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. ഇത് തന്നെ സർക്കുലേഷൻ ഓഫ് എ ഫ്ലൂയിഡ് along എന്നല്ല പറയാ, around a curve C is same as flow along the curve C. Integral over C f dot TDS തന്നെയാണ്, and it is evaluated as the same line integral f dot dr by dt. പിന്നെ എന്താ വ്യത്യാസം? Only difference is that this curve C, when you say circulation around C, it means that this curve C is a closed curve. ഓക്കെ, ഈ കർവ് സി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കർവ് ആണ് എന്നുള്ളതാണ് സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഫ്ലോ എന്ന് പറയുമ്പോൾ അത് ക്ലോസ്ഡ് അല്ല. ഓക്കെ, അപ്പോൾ യൂഷ്വലി ക്ലോസ്ഡ് കർവിന് അലോങ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ ആണെന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി വി പുട്ട് സർക്കിൾ ഹിയർ. ആ ഇൻ്റഗ്രൽ എന്നുള്ള സൈനിലൊരു സർക്കിൾ ഇടും. ഇൻ പെർട്ടിക്കുലർ കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലേഷൻ എന്നാണെങ്കിൽ എന്താണ് ഡിറക്ഷനും കൂടെ പറയുവാണെങ്കിൽ counter clockwise direction ഒരു ആരോയും കൂടി ഇടും, which means a curve C traced in the counter clockwise direction, and you need the counter clockwise circulation of the fluid flow. Okay, ഇതിലൊരു പെർട്ടിക്കുലർ കേസും കൂടെ പറഞ്ഞോട്ടെ, നമ്മളത് വർക്ക് ഡണ്ണിലും ഡിസ്കസ് ചെയ്തതാണ്. സപ്പോസ് യുവർ വെക്റ്റർ ഫീൽഡ്, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഫീൽഡാണ്, വർക്ക് ഡണ്ണിൽ അത് ഫോഴ്സ് ഫീൽഡാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ വെലോസിറ്റി ഫീൽഡ് അല്ലെങ്കിൽ ഫോഴ്സ് ഫീൽഡോ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ ഫീൽഡ് ആണെങ്കിൽ, 2 ഡയമെൻഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇറ്റ്സ് എ പെർട്ടിക്കുലർ കേസ് വെൻ ഇറ്റ്സ് ഇൻ ദി XY plane. So this is in the XY plane. If your field capital F is a field in the XY plane, say for example m of xy I plus n of xy j, then നമ്മൾ വർക്ക് ഡണ്ണിലും കണ്ടതാണ് നമ്മുടെ എഫ് ഡോട്ട് ഈ സാധനം വർക്ക് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കർവ് സിക്ക് ഒരു സ്മൂത്ത് പാരാമീറ്ററൈസേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, കർവ് സിന്റെ സ്മൂത്ത് പാരാമീറ്ററൈസേഷൻ. അപ്പോൾ കർവ് സിനെ നമ്മൾ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് പാരാമീറ്ററൈസ് ചെയ്തു, എക്സിനെയും വൈനെയും ഒക്കെ ഇൻ എ സിംഗിൾ പാരാമീറ്റർ ടിയുടെ ടേംസിലാക്കി. ഇഫ് ഇറ്റ് ഈസ് ഇൻ ദി XY plane, F is a 2-dimensional vector field, and C is a planar curve, 2-dimensional planar curve. XY പ്ലെയിനിലെ curve ആണെങ്കിൽ then നമ്മളുടെ T എന്താണത്? യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ to the curve C, dr by dt divided by modulus of dr by dt. അപ്പോൾ എന്ന് പറയുന്നത് എന്ത് വരും? dx by dt I plus dy by dt j divided by modulus of dr by dt. Then when you find capital F dot t അല്ലെങ്കിൽ integral over C capital F dot t ds എന്ന് പറയുന്നത് m dx by dt plus n dy by dt divided by dot product ആണ് mod dr by dt, ds is mod dr by dt, so you will get integral m dx by dt plus n dy by dt along the curve C. അത് ടിയുടെ പാരാമീറ്റർ ഡൊമെയിൻ എഴുതണം അവിടെ, which is same as you can write ഈ എ ബി എം അല്ലെങ്കിൽ കർവ്സിന്റെ പാരാമീറ്ററൈസേഷനും ഒന്നും അറിയാണ്ട് അത് എന്തെങ്കിലും ആയിക്കോട്ടെ, you can write it as m dx plus n dy ഇങ്ങനെ എഴുതാം.
ആൻഡ് നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഇൻ്റഗ്രൽ ആണ് ഇതെന്ന് പറഞ്ഞായിരുന്നു. ലൈൻ ഇൻ്റഗ്രലിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നുള്ള ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അലോങ് എ കർവ് സി നമ്മൾ എങ്ങനെ ചെയ്യും? സീനെ നമ്മൾ പാരാമീറ്ററൈസ് ചെയ്യും. വി റൈറ്റ് എക്സ് ആൻഡ് വൈ an arbitrary point xyz on the curve C in terms of a single parameter. Then along that curve C you can write m and n in terms of the same parameter, and you can, if x is in terms of t, you can write dx as a in terms of dt and all. dy എന്നുള്ളതിനെ നമുക്ക് സംതിങ് dt എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാം. അങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഇറ്റ് ഇസ് ആക്ച്വലി എ വർക്ക് ഇൻ്റഗ്രൽ അല്ലേ. ഇതേപോലെ ചെയ്യാം. എന്ത്? വെൻ ദ ഫ്ലൂയിഡ് ഫ്ലോ സർക്കുലേഷൻ്റെ മീൻസ് ഫ്ലോൻ്റെ കേസിലാണെങ്കിലും വർക്കിൻ്റെ കേസിലാണെങ്കിലും in the two-dimensional vector, two-dimensional plane, xy plane, you can write, so this is the note, if in the xy plane work ആണെങ്കിലും flow ആണെങ്കിലും it is nothing but work and flow or circulation flow തന്നെയാണല്ലോ. ഫ്ലോ അലോങ് അറൗണ്ട് എ ക്ലോസ്ഡ് കർവ് ആണ്. വർക്ക് ആണെങ്കിലും ഫ്ലോ ആണെങ്കിലും circulation ആണെങ്കിലും you can use the formula as given by, this is integral m dx plus n dy എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. what is m? where capital F force field or velocity field, this is equal to a two-dimensional vector field mi plus nj, where m and n are functions of x and y, and c is also a curve in the xy plane. So ഇതൊന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. xy പ്ലെയിനിൽ ഇതിൻ്റെ ഫോർമുല ഇതാണ്. അതുപോലെ ഫ്ലക്സിൻ്റെയും xy പ്ലെയിനിലെ ഫോർമുല നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് this is the general formula. Flow or circulation is given by this formula. This formula, and or circulation of a fluid around a curve C. ഇത്ര അടുത്ത് പോയി. It's okay. Curve C is okay. ഇത് രണ്ടാണെങ്കിലും ഇത് തന്നെയാണ് ഫോർമുല. And in particular if it's in the xy plane, not xy plane work, flow or circulation എന്ന് പറയുന്നത് is given by integral over C m dx plus n dy. Okay, so this is what I have to say. ഇതിന് പ്രോബ്ലംസ് സെയിം ആണ്, സിമ്പിൾ ആണ്. ഞാൻ ഇന്നിപ്പോൾ ചെയ്യണില്ല, ഇത്രയും സമയമായില്ലേ. So this is same as work done by capital F along a curve C. എല്ലാം ഒന്ന് തന്നെ. 1 2 3 എല്ലാത്തിനും ഫോർമുല
സെയിം ആണ്. ഓക്കെ, മൂന്നിൻ്റെ ഫോർമുല സെയിം ആണ്. മൂന്നും XY പ്ലെയിനിലാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് സിംപ്ലർ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ ഇൻ്റഗ്രൽ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ക്യാപിറ്റൽ F in moving a particle along a curve C in space ആയിരുന്നു. ക്യാപിറ്റൽ F എന്ന് പറയുന്നത് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരുന്നു. Then work done is given by integral of the tangential components of F along the curve C. So when you integrate the tangential components of the force field along the curve C, you will get the work done by that force along the curve C. So to evaluate that line integral, we use the parameterization, smooth parameterization for the curve C, and the integral is evaluated as integral a to b capital F dot dr by dt dt, where r is a parameterization of the curve C. Okay, ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിച്ചത്. ഇനി ഇതേ ഫോർമുല തന്നെ വേറൊരു സിറ്റുവേഷനിൽ വേറൊരു മീനിങ് ആണ് നമ്മൾ പഠിക്കാൻ പോണേ, ഫ്ലോ അല്ലെങ്കിൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്ലോ ആണ്. ഫ്ലോ നമ്മുടെ ടെക്സ്റ്റിൽ നോക്കി അറിയാം, വർക്ക് ഡണ്ണും ഫ്ലോവും സർക്കുലേഷനൊക്കെ കൂടെ ഒറ്റൊരു സെഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോണേ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, ഫ്ലോ ആൻഡ് സർക്കുലേഷൻ. അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, നിങ്ങളൊരു ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ്. ഓക്കെ, ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ്. along a curve C എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളൊന്നൊരു ഇമാജിൻ ചെയ്യുക, ഒരു അരുവിയാണ്. ഒരു അരുവി വരയ്ക്കാമെന്ന് എനിക്കറിയില്ല, ഒരു അരുവിയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ മനസ്സിൽ ഡ്രീം ചെയ്താൽ മതി, ഇമാജിൻ ചെയ്താൽ മതി. ഒരു അരുവിയിൽ, നല്ല ഭംഗിയുള്ള ഒരു അരുവിയിൽ ഒരു വള്ളി ഇങ്ങനെ വീണ് കിടക്കുന്നു. ഓക്കെ, ഒരു വള്ളി അതിങ്ങനെ അരുവിയുടെ ഒഴുക്കിന് കുറുകെ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആവാം, അല്ല ഈ ഒരു ഡിറക്ഷനിൽ തന്നെ ആവാം, എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. ഒരു വള്ളി ഇങ്ങനെ കിടക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഫ്ലോ എന്നുള്ള കൺസെപ്റ്റ്, ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് അലോങ് എ കർവ് എന്ന് പറഞ്ഞാൽ, ഈ കർവിലൂടെയുള്ള ഒഴുക്കിൻ്റെ അളവിനെ, അപ്പം നിങ്ങൾ അളവിനെ സൂചിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഫ്ലോ അലോങ് ദ കർവ് സി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു ഒഴുക്കുള്ള ഒരു വെള്ളം അല്ലെങ്കിൽ അരുവി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി, ഒരു സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി, ഡിറക്ഷനും സ്പീഡൊക്കെ കൂടി ഒരു വെലോസിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഈ അരുവിയുടെ അല്ലെങ്കിൽ ഈ വാട്ടർ പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന് ഒരു വെലോസിറ്റി ഉണ്ട്. അതിങ്ങനെ ഈ അരുവിയിൽ മൊത്തമായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു വെലോസിറ്റി ഫീൽഡ്, ഒരു വെക്റ്റർ ഫീൽഡ് കാണാം അല്ലേ? മനസ്സിൽ നമുക്ക് സങ്കല്പിക്കാം ഓരോ പോയിന്റിലും ആ ഒരു വാട്ടർ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി, ആൻഡ് ദാറ്റ് ഇസ് എ വെക്റ്റർ. സോ ഓരോ പോയിന്റിലും ഇങ്ങനെ കുറെ ആരോസ് ഇങ്ങനെ ഇരിക്കണ പോലെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഒരു വെക്റ്റർ ഫീൽഡായിട്ട്, ഫീൽഡ് ഓഫ് വെക്റ്റേഴ്സ് ആയിട്ട് ഈ അരുവിനെ സങ്കല്പിക്കാം. അങ്ങനെയുള്ള ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ അകത്ത്, ഒരു ഫീൽഡ് ഓഫ് വെക്റ്റേഴ്സിൻ്റെ അകത്ത് ഒരു കേർവ് ഇങ്ങനെ കിടക്കുകയാണ്, ഒരു വള്ളി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ വള്ളിയിൽ കൂടെയുള്ള ഈ ഫ്ലൂയിഡിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ ഫ്ലോ എന്ന് പറയുന്നത്, ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ ഒരു വെക്റ്ററോ, വെക്റ്റർ വാല്യൂഡ് ഫങ്ഷനോ സ്കെയിലർ ഫങ്ഷനോ ഒന്നുമല്ല, ഒരു നമ്പറാണ്, ജസ്റ്റ് ഒരു നമ്പർ. ഈ നമ്പർ വിൽ ഡിനോട്ട്, ഈ നമ്പർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഡെൻസിറ്റി പറയും അല്ലേ, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട്
നമ്മളെപ്പോഴും ഒരു എന്താ പറയും, ഡെൻസിറ്റി പറയും എന്തൊരു കൺസെപ്റ്റിനും. അതായത് എന്താ പറയുക, ഇപ്പോൾ ഒരു കോളേജിൽ എന്താണ് 25 PhD ഉണ്ട്, അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 50 ഡോക്ടറേറ്റ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു കോളേജിൽ പറയാണ്. അപ്പം നമ്മുടെ കോളേജിൽ ഡോക്ടറേറ്റ് ഉള്ള ടീച്ചേഴ്സിൻ്റെ എണ്ണം നോക്കും, നമുക്ക് ആകെ കൂടി 50 25 പോയിട്ട് 50 ടീച്ചേഴ്സാണ് എല്ലാം കൂടി കൂട്ടി ടീച്ചേഴ്സിൻ്റെ എണ്ണം തന്നെ ഉള്ളത് മൊത്തം കൗണ്ട്. അപ്പോൾ ഒരു 200 ടീച്ചേഴ്സ് ഉള്ള ഒരു കോളേജിലെ PhDയുടെ എണ്ണം പറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്നിട്ട് നമ്മുടെ എണ്ണം കൂടി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അല്ലേ, അതിലാണ് നമ്മളെപ്പോഴും ഒരു പെർസെൻറ്റേജും പെർസെൻറ്റൈലും പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഡെൻസിറ്റി ഉണ്ട്. എന്തൊരു കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഒരു സ്ഥലത്ത് പോപ്പുലേഷൻ പറയുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ വലിയൊരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ പോപ്പുലേഷൻ കൂടുതലായിരിക്കും, ഒരു കുഞ്ഞു സ്ഥലത്തെ പോപ്പുലേഷൻ പറയുമ്പോൾ പോപ്പുലേഷൻ കുറവായിരിക്കും. പക്ഷേ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടി നമ്മൾ എന്താ പറയുക, ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയും അല്ലേ. അപ്പോൾ എല്ലാത്തിനും ഒരു ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു യൂണിറ്റ് ഏരിയയിൽ അല്ലെങ്കിൽ യൂണിറ്റ് വോളിയമിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സാധനത്തിൽ എത്രയുണ്ട്, എനി കൺസെപ്റ്റ് പെർ യൂണിറ്റ് ആണ് നമ്മൾ എന്താ പറയുക, ഡെൻസിറ്റി എന്ന് പറയുക. അപ്പം അത് ഒരു യൂണിഫോമിറ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതുപോലെ നമ്മളിവിടെ പറയാൻ പോണത് ഫ്ലോ എലോങ് എ കർവ് എന്ന് പറയാൻ പോണ ഒരു നമ്പറാണ്. ഈ നമ്പർ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് മാറും. അതായത് ഈ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും, ഈ ഫ്ലൂയിഡിൻ്റെ ഒഴുക്കിൻ്റെ ഡിറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ആ ഒഴുക്കിൻ്റെ ഡിറക്ഷനും കേർവിൻ്റെ ഡിറക്ഷനുമായിട്ടുള്ള ബന്ധം, ഒഴുക്കിൻ്റെ അതേ ഡിറക്ഷനിലാണ് കേർവ് എടുക്കുന്നതെങ്കിൽ ഫ്ലോ കൂടുതലായിരിക്കും. പിന്നെ എന്താണ്, ഈ കേർവിൻ്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരു അളവാണ്, ഒരു നമ്പറാണ് നമ്മുടെ ഫ്ലോ. അപ്പോൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ കേർവിന് എലോങ് ആയിട്ടുള്ള ഈ കേർവിന് എലോങ് ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ ഫ്ലോൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്ലോ എലോങ് ദി കേർവ് സി എന്ന് പറയും. അതായത് ഇപ്പം ഈ ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേർവിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്, ഈ ഫ്ലൂയിഡിൻ്റെ ഫീൽഡിൽ കിടക്കുന്നുണ്ട്, വെലോസിറ്റി വെക്റ്റർ ഫീൽഡ് ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ട് പറയാം. അതിൻ്റെ അകത്താണ് ഈ കേർവ് സി ഉള്ളത്. അപ്പോൾ ഈ കേർവിന് എലോങ് ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിലും, ഈ കേർവിലെ ഓരോ പോയിന്റിലും ആ കേർവിൻ്റെ ഡിറക്ഷനിലുള്ള കമ്പോണൻറ്റ് വേണം. അതായത് ഫ്ലൂയിഡിൻ്റെ ഈ കേർവിൻ്റെ ഡിറക്ഷനിലുള്ള കമ്പോണൻറ്റ്. നമ്മളെപ്പോഴും പറഞ്ഞു, ഒരു 2 വെക്ടേഴ്സ് പറയുമ്പം ഇത് യു ആണ് ഇത് വി ആണെങ്കിൽ കമ്പോണൻറ്റ് ഓഫ് യു ഇൻ ദി ഡിറക്ഷൻ ഓഫ് വി അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് യു ഇൻ ദി ഡിറക്ഷൻ ഓഫ് വി ഈസ് നത്തിങ് ബട്ട് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് യു വിത്ത് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ബൈ മോഡ് വി ആന്ന് പറഞ്ഞു. അതേപോലെ കേർവിൻ്റെ ഡിറക്ഷനിലുള്ള കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ക്യാപിറ്റൽ എഫ് എന്നുള്ള വെലോസിറ്റി ഫീൽഡ് ഓഫ് ദ ഫ്ലൂയിഡിൽ ഈ കേർവിൻ്റെ ഓരോ പോയിന്റിലും ടാൻജൻഷ്യൽ ഡിറക്ഷനിലുള്ള കമ്പോണൻറ്റ് ഓഫ് എഫ്. ദാറ്റ് ഈസ് ഓരോ പോയിന്റിലും എഫിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഫ്ലോ ഓഫ് ദ ഫ്ലൂയിഡ് അലോങ് ദ കർവ് സി. ഈ കർവിൻ്റെ ഡിറക്ഷനിലുള്ള ഒഴുക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് അലോങ് ദ കർവ് സി ഈസ് ദ ഇൻ്റഗ്രൽ. അപ്പോൾ ഓരോ മൈന്യൂട്ട് പോയിന്റിലും നമ്മൾ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? നമ്മൾ ആ പോയിന്റിലുള്ള ആ കേർവിൻ്റെ ഡിറക്ഷനിലുള്ള വെലോസിറ്റിയുടെ കമ്പോണൻസ് എടുത്തിട്ട് ഇത് സം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവും, ഈ കേർവും ഈ ഫ്ലോയിൻ്റെ ഡിറക്ഷനിലാണ് കിടക്കുന്നതെങ്കിൽ ഈ ഫ്ലോ എങ്ങനെയാണോ അതേ ഡിറക്ഷനിൽ തന്നെയാണ് കേർവ് എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം ആ ടാൻജൻഷ്യൽ കമ്പോണൻ്റ് എടുക്കുമ്പോഴത്തേക്കും ക്യാപിറ്റൽ എഫിൻ്റെ മാക്സിമം എഫക്റ്റ് കിട്ടും അല്ലേ. ഒരു വെക്റ്റർ ഇത് യു ആണെങ്കിൽ യുവിൻ്റെ ഡിറക്ഷനിലുള്ള യുവിൻ്റെ കമ്പോണൻ്റ് എന്ന് വെച്ചാൽ യുവിൻ്റെ മോഡുലസ് തന്നെയാണ്. ഓപ്പോസിറ്റ് ഇത് അല്ലെങ്കിൽ ഇതാണ് വി എങ്കിൽ വിൻ്റെ ഡിറക്ഷനിലുള്ള യുവിൻ്റെ കമ്പോണൻ്റ് ഇതാണ് യു എങ്കിൽ യുവിൻ്റെ കമ്പോണൻ്റ് എന്ന് വെച്ചാൽ ഇത്രയാണ്. ഇതാണ് വിൻ്റെ ഡിറക്ഷനിലുള്ള യുവിൻ്റെ കമ്പോണൻ്റ്. ഈ വി എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിലോ
വി ഇതിന് ഓക്കെ എന്ത് വരും സേ പെർപെൻഡിക്കുലർ. ഓക്കെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലോ നമുക്ക് എന്ത് വരും, 0 വരും അല്ലേ, 0 അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിറക്ഷൻ യു എന്ന് പറയാം, സോറി നെഗറ്റീവ് ഡയറക്ഷൻ അല്ല, നെഗറ്റീവ് ഡയറക്ഷനിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെയാണ് വി ഉള്ളെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ഡിറക്ഷനിലുള്ള യു ഇങ്ങനെയാണ്, ഇതിന്റെ നേരെ പെർപെൻഡിക്കുലർ ഡിറക്ഷനിലുള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി യുവിന്റെ കമ്പോണന്റ് 0 ആണ്. ഈ ഡിറക്ഷനിൽ യുവിന്റെ കമ്പോണന്റ് 0 ആണ്. അത് നേരെ പ്രൊജക്ട് ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 0 എന്നുള്ള വാല്യൂ ആണ്. അതേപോലെ ഈ കേർവ് കിടക്കുന്ന യുവിന്റെ ഈ ഫ്ലൂയിഡിന്റെ അതേ ഡിറക്ഷനിലാണെങ്കിൽ, ഫ്ലൂയിഡ് ഫ്ലോയിന്റെ മീൻസ് ആ ഡിറക്ഷനിലാണെങ്കിൽ, വെലോസിറ്റിയുടെ ഡിറക്ഷനിലാണെങ്കിൽ നമുക്ക് മാക്സിമം ഫ്ലോ ഉണ്ടാവും. ഫ്ലോ കൂടുതലാവണം എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേർവിന്റെ പൊസിഷൻ, കേർവ് ഈ വെലോസിറ്റി ഫീൽഡിന്റെ ഡിറക്ഷനും കേർവ് കിടക്കുന്ന ഡിറക്ഷനും പാരലൽ ആണെങ്കിൽ മാക്സിമം ആയിരിക്കും നമ്മുടെ ഫ്ലോ എന്ന് പറയുന്നത്. അതുപോലെ ലെങ്ത് കൂടുന്നതനുസരിച്ച്, കേർവിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഫ്ലോ കൂടുതലായിരിക്കും. അതുപോലെ വെലോസിറ്റി കൂടുന്നതനുസരിച്ച്, ഒഴുക്ക് ശക്തമാണെങ്കിലും ഫ്ലോ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്ലോ നമ്മൾ ഡിഫൈൻ ചെയ്തത്? This is the integral of the tangential components of the velocity field along the curve C. നമുക്ക് നോക്കിയാൽ അറിയാം, this is same as the work done by a force field along the curve C ന്റെ സെയിം ഫോർമുല തന്നെയാണ് ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് അലോങ് എ curve C എന്ന് പറയുന്നത്. പക്ഷേ അവിടുത്തെ ക്യാപിറ്റൽ F എന്ന് പറയുന്നത് ഫോഴ്സ് ആയിരുന്നു, ഇവിടുത്തെ ക്യാപിറ്റൽ F എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ആണ്. അപ്പോൾ രണ്ട് ഡിഫറെന്റ് സിറ്റുവേഷനിൽ ഒരേ കാര്യത്തിന് രണ്ട് ഡിഫറെന്റ് മീനിങ് ആണുള്ളത്. നേരത്തെ പറഞ്ഞ വർക്ക് ഡൺ എന്നുള്ള മീനിങ് അല്ല ഇവിടുത്തെ സിറ്റുവേഷനിൽ ഫ്ലൂയിഡ് ഫ്ലോന്റെ കേസിൽ വരുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ പറഞ്ഞു പോയിക്കോട്ടെ, രണ്ട് കാര്യങ്ങളും കൂടെ ഇപ്പൊ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച ഫ്ലോ മാത്രമാണ്. ഇതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇത് തന്നെ നോർമൽ കമ്പോണൻസിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഈ അപ്പൊ ഫ്ലോ എന്ന് പറഞ്ഞാല് ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് അലോങ് എ കേർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കേർവിന് എലോങ് ആയിട്ടുള്ള, കേർവിലൂടെയുള്ള ഒഴുക്കിന്റെ എത്രത്തോളം ആ ഫ്ലൂയിഡ് ആ കേർവിന് എലോങ് ആയിട്ട് ഒഴുകുന്നുണ്ട് എന്നുള്ളതിന് ഒരു യൂണിഫൈഡ് ഒരു നമ്പർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതാണ് ഫ്ലോ എന്ന് പറഞ്ഞു. അത് കേർവിന്റെ ഡിറക്ഷനിൽ കേർവിലൂടെയുള്ള ഒഴുക്കാണ്. അതേസമയം ഇതേപോലെ തന്നെ നേരെ വേറൊരു കൺസെപ്റ്റ് പറയാം, ഫ്ലക്സ് എന്ന്. ഫ്ലക്സ് ഓഫ് എ ഫ്ലൂയിഡ് പറയുമ്പോൾ എലോങ് എന്നല്ല പറയാം, ഫ്ലക്സ് ഓഫ് എ ഫ്ലൂയിഡ് എക്രോസ് എ കർവ് സി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ കേർവിന് എക്രോസ് ആയിട്ട്, കേർവിനെ കുറുകെ, മലയാളത്തിൽ പറഞ്ഞ കേർവിന് കുറുകെയുള്ള ഒഴുക്ക് എന്തോരം എന്നുള്ളതാണ്. അപ്പൊ കേർവ് നമ്മൾ രണ്ട് എന്താ പറയാ, ഒരു ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഫ്ലോ എന്ന് പറയുമ്പോൾ കേർവിലൂടെയുള്ള ഒഴുക്കും, ഫ്ലക്സ് എന്ന് പറയുമ്പോൾ കേർവിന് എക്രോസ് ആയിട്ടുള്ള, കേർവിന് കുറുകെയുള്ള ഒഴുക്കുമാണ്. അപ്പോൾ ഫ്ലോ കൂടുതലാവാനായിട്ട് കേർവ് ആ ഫ്ലൂയിഡിന്റെ ഒഴുക്കിന്റെ അതേ ഡിറക്ഷനിൽ കിടക്കുകയാണെങ്കിൽ ഫ്ലോ കൂടുതലായിരിക്കും. അതേസമയം ഫ്ലക്സ് കൂടുതലാവുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഈ നമ്മൾ പറഞ്ഞ അരുവിയുടെ ഒഴുക്കിന്റെ കുറുകെ കിടക്കുകയാണെങ്കിലാണ് എന്ത് ചെയ്യുക, വള്ളി എന്ന് പറയുമ്പോൾ ഒഴുകി പോലെ കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു ഒഴുകി പോവാത്ത ഒരു സാധനത്തിനെ ഇമാജിൻ ചെയ്യണമായിരിക്കും പറയുമ്പോൾ പെട്ടെന്ന് കൺസെപ്റ്റ് മനസ്സിലാവാൻ നല്ലത്. അപ്പോൾ ആ ഒഴുക്കിന്റെ കുറുകെയാണ് ഈ വള്ളി കിടക്കുന്നതെങ്കിൽ ഫ്ലക്സ് കൂടുതലായിരിക്കും, ഫ്ലോ കുറവായിരിക്കും. കേർവ് കിടക്കുന്ന ഈ വള്ളി കിടക്കുന്നത് ഈ ഒഴുക്കിന്റെ അതേ ഡിറക്ഷനിലാണെങ്കിൽ ഫ്ലോ കൂടുതലായിരിക്കും, ആ കേർവിലൂടെയുള്ള ഒഴുക്ക് കൂടുതലായിരിക്കും. കേർവിന് കുറുകെയുള്ള ഒഴുക്ക് ഉണ്ടാവില്ല, കുറവായിരിക്കും, മിനിമം ആയിരിക്കും. അപ്പൊ എന്താണ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ കമ്പോണൻസിന്റെ ഇന്റഗ്രൽ. അതേസമയം ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേർവിന്റെ കേർവിന്റെ ഓരോ പോയിന്റിലും അതിന്റെ നോർമൽ ഡിറക്ഷനിലുള്ള, ടാൻജൻഷ്യൽ ഡിറക്ഷൻ അല്ല, അതിന്റെ കുറുകെ, അപ്പോൾ അതിന്റെ നോർമൽ ഡിറക്ഷനിലുള്ള കമ്പോണൻസിന്റെ ഓരോ പോയിന്റിലും നോർമൽ ഡിറക്ഷനിലുള്ള കമ്പോണൻസിന്റെ
നോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അത് ഏത് നോർമൽ എന്നുള്ളതൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. അത് ഇങ്ങോട്ടാണോ എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കാണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് നോർമൽ കമ്പോണൻസിന്റെ ഇന്റഗ്രൽ ആണ് എങ്കിൽ ഫ്ലോ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ കമ്പോണൻസിന്റെ ഇന്റഗ്രൽ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഫോർമുല അറിഞ്ഞാൽ മതി. ഫോർമുല എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, വർക്ക് ഡണ്ണിന്റെ സെയിം ഫോർമുലയാണ്. ഇത് പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഇതൊരു ലൈൻ ഇന്റഗ്രൽ ആണ്. എഫ് ഡോട്ട് ടി എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, ടി എന്ന് പറയുന്നത് യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ ടു ദ കർവ്സ്, ദാറ്റ് ഇസ് ഓൾസോ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. വെൻ യു ടേക്ക് ദ ഡോട്ട് പ്രോഡക്റ്റ് യു വിൽ ഗെറ്റ് എ സ്കെയിലർ ഫംഗ്ഷൻ. സ്കെയിലർ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എലോങ് എ കർവ് സി ഇൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈൻ ഇന്റഗ്രൽ. ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഫൈൻഡ് എ സ്മൂത്ത് പാരാമീറ്ററൈസേഷൻ ഫോർ ദ കർവ് സി, ആൻഡ് ദെൻ ദിസ് ഇന്റഗ്രൽ ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു integral a to b if ab is the interval of parameter f written in terms of the parameter, t is nothing but dr by dt divided by modulus of dr by dt, and ds is nothing but mod dr by dt. So this is how you do a problem for finding flow of a fluid along a curve C. അതുപോലെ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഫ്ലക്സിന് നമുക്ക് നോർമൽ എന്താണെന്ന് ഇപ്പോൾ ഡി ആർ ബൈ ഡി ടി എന്ന് നമ്മൾ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിച്ച പോലെ യൂണിറ്റ് നോർമൽ വെക്ടറെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ആലോചിച്ചാൽ നമുക്ക് ഫ്ലക്സും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കാം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഫ്ലോന്റെ സർക്കുലേഷന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് ദി ടാൻജൻഷ്യൽ കമ്പോണൻസ് ഓഫ് ദി വെലോസിറ്റി വെക്ടർ ആണ് അലോങ് ദ കർവ് സി, ആൻഡ് ദ ഫോർമുല ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഫീൽഡ്. സോ രണ്ട് ഡിഫറെന്റ് കൺസെപ്റ്റ് ആണെന്ന് മാത്രം. വർക്ക് ഡണ്ണിന്റെ കേസിൽ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഫീൽഡ് ആയിരുന്നു. ഫ്ലോന്റെ സർക്കുലേഷന്റെ കേസിൽ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ആ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി വെക്ടർ ആണ്. എന്താണെങ്കിലും ഫോർമുല സെയിം ആണ്, ഇന്റഗ്രൽ ഓഫ് സി എഫ് ഡോട്ട് ടി ഡി എസ് എന്നാണ്, വേർ ടി ഇസ് ദ unit tangent vector to the curve C. The difference between flow and circulation is that the curve C is a closed curve in the case of circulation, whereas it need not be a closed curve in the case of flow. And we have seen in the xy plane, that if this force field or velocity field capital F is a two-dimensional vector field, capital F is equal to mi plus nj, over a plane curve C. XY പ്ലെയിനിലെ curve ആണ് C, and M ഉം N ഒക്കെ XYയിലുള്ള രണ്ട് വേരിയബിളിലുള്ള ഫങ്ഷൻസ് ആണ് എങ്കിൽ we have seen that this formula work done ഇന്റെയും ഫ്ലോന്റെ സർക്കുലേഷന്റെ ഒക്കെ ഫോർമുല reduces to the form integral over C m dx plus n dy, where m and n are the components of the vector capital F, vector function capital F, vector valued function capital F ന്റെ കമ്പോണൻസ് ആണ് എമ്മും എന്നും ഒക്കെ. ഇത് നമ്മൾ കണ്ടു. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഫ്ലക്സ് ആണ്. ഫ്ലക്സ് ഓഫ് എ വെലോസിറ്റി ഫീൽഡ് അല്ലെങ്കിൽ ഫ്ലക്സ് ഓഫ് എ ഫ്ലൂയിഡ്, എക്ലോ ഫ്ലൂയിഡ് വിത്ത് വെലോസിറ്റി capital F across a curve C. അപ്പോൾ അതിൽ നമ്മൾ across a curve C, and it is നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണ്. ഇറ്റ് ഇസ് ഗിവൺ ബൈ ദ ഇന്റഗ്രൽ ഓഫ് ദി നോർമൽ കമ്പോണൻസ് ഓഫ് എസ്, നോർമൽ കമ്പോണൻസ് ഓഫ് എഫ്. വെലോസിറ്റി ഫീൽഡിന് നോർമൽ കമ്പോണൻസിന്റെ ഇന്റഗ്രൽ ആണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടുത്തെ n എന്ന് പറയുന്നത് എന്താണ്? where n is the normal, unit normal, curve-ന്റെ നോർമൽ ഡിറക്ഷനിലുള്ള കമ്പോണൻസ് ആണ് എടുക്കണേ. അപ്പൊ curve-ന്റെ നോർമൽ ആണ് n എന്ന് പറയണേ. അപ്പൊ curve-ന്റെ നോർമൽ കണ്ടുപിടിക്കാനുള്ള വഴികൾ ആലോചിക്കണം. പക്ഷെ നമുക്ക് സിലബസിൽ ഇങ്ങനെ എല്ലാ സ്പേസിലെ curvesന്റെ നോർമൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മളിപ്പോ ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ ചെയ്യുന്നത് XY പ്ലെയിനിലെ കേർവ്, പ്ലെയിനാർ കേർവിന്റെ കേസിൽ മാത്രമാണ്
നമ്മളിപ്പോൾ ഇവിടെ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ അതായത് നമ്മുടെ സിലബസിലുള്ള സെക്ഷനിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ അറിയാം, അതിൽ ഹെഡിങ് ഇങ്ങനെയാണ്: ഫ്ലക്സ് ഓഫ് ഫ്ലക്സ് അക്രോസ് പ്ലെയിൻ കർവ് എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഫ്ലക്സ് അക്രോസ് എനി കർവ് is, you know that flux is equal to integral of the normal components of f, and n is the unit normal vector. That too in the unit normal vector എന്ന് പറയുമ്പോഴേ ഒരു കേർവിന് സി എന്നുള്ള ഒരു കേർവിന് ഒരു പോയിന്റ് പി എന്നുള്ളൊരു പോയിന്റ് എടുത്താൽ ഇതിനൊരു ടാൻജന്റേ ഉള്ളൂ, ടാൻജന്റ് അറ്റ് പി. നോർമൽ എന്ന് പറയുമ്പോൾ ഇതാ ഇതും നോർമൽ ആണ്, നോർമൽ അറ്റ് പി ആണ്, ഇതും നോർമൽ അറ്റ് പി ആണ്. ഓക്കെ, അപ്പൊ രണ്ട് നോർമല് ഒരേ കേർവിന് ഒരേ പോയിന്റിൽ പറയാം. അത് തന്നെ ഒരു ഓറിയന്റഡ് കേർവ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ക്ലോസ്ഡ് കേർവ് ഒക്കെ ആണെങ്കിൽ, ഒരു ക്ലോസ്ഡ് കേർവ് ആണെങ്കിൽ നമ്മൾ ഇതിനൊരു ഓറിയന്റേഷൻ കൊടുത്തിട്ട് ഒരു ക്ലോസ്ഡ് കേർവിനെ നമുക്ക് ഇൻസൈഡും ഔട്ട്സൈഡും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് വെറുതെ ഒരു വേഗായിട്ട് പറയുന്നതാണ്, മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഒന്നും പറയണില്ല. ഒരു ക്ലോസ്ഡ് കേർവിന് എനിക്ക് എപ്പോഴും ഇൻസൈഡും ഔട്ട്സൈഡും ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ക്ലോസ്ഡ് കേർവിന് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നോർമൽ എന്ന് പറയുമ്പോൾ ആ നോർമൽ എന്ന് പറഞ്ഞാൽ ടാൻജന്റിന് പെർപെൻഡിക്കുലർ എന്ന് തന്നെയാണ് മീനിങ്. പക്ഷെ അവിടെ രണ്ട് നോർമൽ പറയാം, ഒരെണ്ണം ഔട്ട്വേർഡ് നോർമലും ഒരെണ്ണം ഇൻവേർഡ് നോർമലും. നമ്മളിവിടെ സംസാരിക്കുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ഫ്ലക്സ് ആണ്, ഔട്ട്വേർഡ് ഫ്ലക്സ് ആണ് പറയാം. ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ കുറുകെ തന്നെ അതിന്റെ ഔട്ട്വേർഡ് ഡിറക്ഷനിലേക്കുള്ള കമ്പോണൻസ് ആണ് നമ്മൾ എടുക്കുന്നത് ഫ്ലൂയിഡിന്റെ. അപ്പൊ ഔട്ട്വേർഡ് നോർമൽ, അതിൽ തന്നെ യൂണിറ്റ് നോർമൽ ആണ് ഞാനിവിടെ പറയുന്ന n എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് വെക്റ്റർ is the outward drawn unit normal to the curve C. At each and every point of the curve C, the normal differs. So ഈ നോർമൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരൊറ്റ വെക്റ്റർ ആയിരിക്കില്ല, കേർവ് സിയിലെ ഓരോ പോയിന്റിലും ഓരോരോ നോർമൽ ആണ്. അപ്പോൾ അതിനൊക്കെ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുക. ഒരു പോയിന്റിൽ XY എന്നുള്ള പോയിന്റിൽ ഈ നോർമൽ, വേറൊരു പോയിന്റ് എടുക്കുക. അപ്പോൾ XY മാറുന്ന അനുസരിച്ചിട്ട് യു ഗെറ്റ് ഡിഫറെന്റ് നോർമൽസ്. അപ്പൊ n എന്ന് വെറുതെ എഴുതാൻ പറ്റില്ല, ആക്ച്വലി n XYയിലുള്ള ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഒരൊറ്റ വെക്റ്ററിൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട്, ഈ നോർമൽ ഔട്ട്വേർഡ് നോർമൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് XY പ്ലെയിൻ കർവിന്റെ കേസിൽ നമുക്ക് ക്രോസ് പ്രോഡക്റ്റിന്റെ ഒരു ഡെഫിനേഷൻ ഒന്ന് ആലോചിക്കാം. അതായത് യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ നിങ്ങൾക്ക് അറിയാം, യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ നിങ്ങൾക്ക് അറിയാം ക്യാപിറ്റൽ T ആണെന്നുള്ളത്. ഈ ടി വെച്ചോണ്ട്, ഈ ടി അറിയാമെങ്കിൽ, ടി കണ്ടുപിടിക്കാനായിട്ട് നമുക്കിപ്പോൾ ഒരു വഴിയുമുണ്ട് അല്ലെ. കർവ് സിന്റെ പാരാമീറ്ററൈസേഷൻ R(t) എന്ന് നമുക്ക് അറിയാമെങ്കിൽ ടി എന്ന് പറയുന്ന യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ ഡെറിവേറ്റീവ് ആയിരിക്കുമെന്ന് നമുക്കറിയാം. അതിന് തന്നെ യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ ആണെങ്കിൽ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ അതിന്റെ മോഡുലസ് ചെയ്താൽ മതി. അപ്പോൾ ടി അറിയാമെങ്കിൽ, ടാൻജന്റ് വെക്റ്റർ യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ അറിയാമെങ്കിൽ ഈ ടാൻജന്റ് വെക്റ്റർ യൂസ് ചെയ്തിട്ട് എനിക്ക് നോർമൽ വെക്റ്റർ കണ്ടുപിടിക്കാൻ പറ്റും ഇൻ ദ കേസ് ഓഫ് എ പ്ലെയിനർ കർവ് ഇൻ ദി XY പ്ലെയിൻ. ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് ദി ഡെഫിനിഷൻ ഓഫ് ക്രോസ് പ്രോഡക്റ്റ്. അതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചിരിക്കുന്നത്. അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത് ഇതാണ്: രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ ഇങ്ങനെ വരും എന്നാണ് ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത്. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് റൈറ്റ് ഹാൻഡില് തമ്പും ബാക്കി രണ്ട് വിരലുകളില്ലേ, ഈ ചൂണ്ട് വിരലും, ഇതിന് നിങ്ങൾ പറയണ കുട്ടി ഇതാ
നടുവിരലും നമ്മുടെ ചൂണ്ടുവിരൽ എന്ന് പറയില്ലേ, ഈ 3 ഫിംഗേഴ്സ് ഇങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട്, മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അങ്ങനെ നിങ്ങൾ പിടിച്ചാല് നിങ്ങക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതില് ഇത് എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അതില് 2 എണ്ണം, ഒരെണ്ണം തമ്പിനെ നമ്മൾ എ എന്ന് വിളിച്ചു, അതെങ്ങനെ വേണമെങ്കിലും പിടിക്കാട്ടോ. ഇൻഡെക്സ് ഫിംഗറോ? ഓക്കെ, ഇൻഡെക്സ് ഫിംഗറിനെ ബി എന്ന് വിളിച്ചു എങ്കിൽ ഈ മിഡിൽ ഫിംഗർ നടുവിരലായിരിക്കും എ ക്രോസ് ബിന്റെ ഡിറക്ഷൻ. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാൻ വേണമെങ്കിലൊന്ന് വീഡിയോ ഓൺ ചെയ്യാം, പക്ഷേ ഞാനൊരു കോലത്തിലായിരിക്കുന്നേ, നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഈ കൈ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ, അന്നക്കുട്ടി മാറും, ഈ കൈ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് അല്ലേ? മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ ഞാൻ പിടിച്ചിരിക്കണേ? ഇതില് ആദ്യത്തെ ഫിംഗർ യു ആണെങ്കിൽ, ഈ രണ്ടാമത്തെ ഫിംഗർ വി ആണെങ്കിൽ, ഈ മുകളിലേക്ക് ഇരിക്കുന്ന ഫിംഗർ യു ക്രോസ് വിയുടെ ഡിറക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതറിയാമെങ്കിൽ നമുക്ക് ഈ കർവിന്റെ കർവ് ട്രേസ് ചെയ്യുന്ന ഡിറക്ഷൻ, സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു കർവ് വരച്ചു, ഞാനിത് XY പ്ലെയിനിലാണേ വരച്ചേക്കുന്നത്, ഈ ബോർഡ് XY പ്ലെയിൻ ആണെന്ന് വിചാരിച്ചോളൂ. ഈ ബോർഡിൽ ഞാനൊരു കർവ് വരച്ചു. ഈ കർവ് ട്രേസ് ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ആയിട്ടാണ് കേട്ടോ, ക്ലോസ്ഡ് കർവ് ആണേ. ട്രേസ് ചെയ്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക്, ഏതാണെങ്കിലും ആവാം. നമുക്ക് വേണമെങ്കിൽ ആദ്യം ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ആദ്യം ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെന്ന് വിചാരിക്കാം. ആദ്യം ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് ഈ കർവ് ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു പർട്ടിക്കുലർ പോയിന്റ് ടി ഈസ് ഈക്വൽ ടു എ കൊടുത്തപ്പം ഈ പോയിന്റ് കിട്ടി. പിന്നെ ടി വേരിയണ അനുസരിച്ചിട്ട് ഇങ്ങനെ 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 ടി വേരീസ് ഫ്രോം എ തുടങ്ങി ബി വരെ വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ട്രേസ് ചെയ്ത് ടി ഈക്വൽ ടു ബി വരുമ്പോഴത്തേക്കും ഇങ്ങോട്ട് എത്തി, വീണ്ടും തിരിച്ച് ഈ പോയിന്റിൽ തന്നെ എത്തി. അങ്ങനെയാണ് ഈ കർവ് ട്രേസ് ചെയ്യണേ. അപ്പോൾ ഈ കർവിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുക്കുക, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ്സ്, ഞാൻ ഈ ഒരു പോയിന്റ് എടുത്തു, പി എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ പോയിന്റിൽ നിങ്ങളുടെ ടാൻജന്റ് വെക്ടർ അറിയാം. ഈ കർവ് ട്രേസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ, ഇപ്പൊ ഞാൻ വരച്ചേക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണെങ്കിൽ ഈ പോയിന്റിലെ ടാൻജന്റ് വെക്ടറിന്റെ ഡിറക്ഷൻ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ടാൻജന്റ് വെക്ടറിന്റെ ഡിറക്ഷൻ. കാരണം കർവിന്റെ ഡിറക്ഷൻ ഇങ്ങനെയാണ്, ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് കർവിന്റെ ഡിറക്ഷൻ പോണേ അല്ലേ? അപ്പൊ നിങ്ങളുടെ ടാൻജന്റ് വെക്ടറിന്റെ ഡിറക്ഷൻ ഇതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ XY പ്ലെയിൻ, നിങ്ങൾക്ക് ഒന്ന് 3 ഡയമെൻഷനലായിട്ട് ചിന്തിക്കാം. ഈ ബോർഡിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് മുന്നിലേക്ക്, എൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക്, നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ നിന്ന് മുന്നിലേക്ക് പെർപെൻഡിക്കുലർ ഡിറക്ഷനിൽ എന്തുണ്ട്? Z ആക്സിസ് ഉണ്ട്. ഓക്കെ, അപ്പൊ Z ആക്സിസിലെ യൂണിറ്റ് വെക്റ്റർ K എന്ന് പറയുന്നത് എങ്ങോട്ട്, എനിക്കിതിപ്പോൾ വരക്കാൻ പറ്റത്തില്ല, ഈ പോയിന്റിൽ നിന്ന് നേരെ ബോർഡിന്റെ മുന്നിലേക്ക് ഉള്ള ഡിറക്ഷനിൽ. കാരണം ഈ ബോർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീൻ ആണ് നമ്മൾ XY പ്ലെയിൻ ആയിട്ട് എടുത്തിരിക്കണേ. അപ്പൊ അതിന്റെ ഫ്രണ്ടിലേക്ക് K എന്നുള്ള വെക്ടർ ഉണ്ട്. ഞാനിപ്പോ ഇങ്ങനെ വരക്കുന്നു എന്നുള്ളൂ, 3 ഡയമെൻഷനിൽ നിങ്ങൾക്ക് ആലോചിക്കണം കേട്ടോ. ഇങ്ങനെ ഫ്രണ്ടിലേക്കാണ് കേട്ടോ, ഫ്രണ്ടിലേക്കാണ്, ഇത് ഇവിടെ അല്ല, ഈ പ്ലെയിനിലല്ല. ഞാനത് വരയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. പുറത്തേക്ക് എന്തുണ്ട്? K എന്ന് പറഞ്ഞിട്ടൊരു വെക്ടർ ഉണ്ട്, K ഫ്രണ്ടിലേക്ക്. അപ്പോൾ നിങ്ങൾ ഇനി ഒന്ന് ഈ പറയുന്ന തമ്പ് ഒന്ന് എടുത്തു വെച്ച് നോക്കിക്കേ. ഈ തമ്പ് എടുത്തു വെച്ചിട്ട് തമ്പും മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും മാത്രം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിട്ട് ബാക്കി 2 ഫിംഗേഴ്സും മടക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ഈ ഔട്ട്വേർഡ് നോർമൽ N വരുന്ന രീതിയിൽ മിഡിൽ ഫിംഗർ എവിടെ വരണം? എന്നിന്റെ ഡിറക്ഷനിൽ വരണം. N എവിടെയാണ്? N-ഉം T-യും ഈ മൊബൈൽ സ്ക്രീനിൽ തന്നെയാണ്, നിങ്ങളുടെ XY പ്ലെയിനിൽ തന്നെയാണ്. വേറെ K ആണ് എങ്ങോട്ടിരിക്കുന്നത്? പുറത്തേക്ക് ചാടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ N മിഡിൽ ഫിംഗർ ആയിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ T-യും K-യും വെക്കാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. N നിങ്ങൾക്ക് എന്തായിട്ട് വരണം? മിഡിൽ ഫിംഗർ ആയിട്ട് വരണം. എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് പിടിക്കാൻ പറ്റും?
കെന്റെ ഡിറക്ഷനിൽ പിടിക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവും. കെന്റെ ഡിറക്ഷൻ അല്ലെങ്കിൽ മൈനസ് കെ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ വേറെ എന്താ വഴി, മിഡിൽ ഫിംഗർ എന്നിന്റെ ഡിറക്ഷനിൽ വരണം. ഓക്കെ, അപ്പോ നിങ്ങക്ക് പിടികിട്ടിയോ എങ്ങനെ പിടിക്കണം എന്ന്? എങ്ങനെ പിടിക്കണം? ടി ക്രോസ് കെ ആയിട്ട് വന്നോ എൻ? ഞാൻ എടുത്ത് കാണിച്ചു തരേണ്ടി വരുമോ? എന്താ ഞാൻ ചോദിച്ചേ? എങ്ങനെയാ നിങ്ങൾ പിടിച്ചേ? നിങ്ങളുടെ ചൂണ്ടാണി വിരൽ എങ്ങോട്ട് പിടിച്ചാലാണ് എൻ നിങ്ങളുടെ ഈ എൻ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഡിറക്ഷനിൽ എൻ വരുന്നെങ്കിൽ നിങ്ങളുടെ ചൂണ്ടാണി വിരൽ എങ്ങോട്ട് പിടിക്കണം? നിങ്ങളുടെ ഈ ഇൻഡെക്സ് ഫിംഗർ എങ്ങോട്ട് പിടിക്കണം? നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിന്റെ വെളിയിലേക്ക് പിടിക്കണ്ടേ? മൊബൈൽ സ്ക്രീനിൽ നിന്ന് പുറത്തേക്കുള്ള ഡിറക്ഷനിൽ പിടിക്കണ്ടേ? അല്ലേ? പിടിക്കണ്ടേ? അപ്പൊ നിങ്ങളിപ്പോ പിടിച്ചിരിക്കുന്നത് എങ്ങനെയായിരിക്കും? എൻ എന്നുള്ളതിന് സ്ഥാനം നിങ്ങൾ പിടിച്ചിരിക്കുന്നത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ എടുക്കണോട്ടോ, ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് തെറ്റിപ്പോയി. റൈറ്റ് ഹാൻഡിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പിടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ടിയുടെ സ്ഥാനത്ത് തമ്പുണ്ട്, കെയുടെ സ്ഥാനത്ത് നിങ്ങളുടെ ഇൻഡെക്സ് ഫിംഗർ ഉണ്ട്, എന്നിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ മിഡിൽ ഫിംഗർ ഉണ്ട്. അതായത് മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് ആദ്യം തമ്പ് പറയണം അല്ലെ, ടി ക്രോസ് കെ ആണ്. ഇൻ ദിസ് കേസ് n is t cross k. അപ്പൊ n കണ്ടുപിടിക്കാനായിട്ട് വേറെ പുതിയതായിട്ട് ഒന്നും പഠിക്കണ്ട, ടിയും കെയും കൂടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ n കിട്ടും. പ്രൊവൈഡഡ് your closed curve C is traced in the ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ഇത് തന്നെ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇതേ കേവ് തന്നെ വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം. ഒരു ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായിരുന്നു ഈ കർവ് ട്രേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെയാണ് കർവ് ട്രേസ് ആവണേ. ഓരോ പോയിന്റിലും ഇങ്ങനെയാണ് ട്രേസ് ആയി എ തുടങ്ങി ബി വരെ വേരി ഇത് ബി എത്തുമ്പോൾ ഇവിടെ എത്തുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് പി എടുത്തു കഴിഞ്ഞാൽ ടാൻജന്റ് വെക്ടർ ഇതാ ഇങ്ങനെയാണ് ടാൻജന്റ് വെക്ടർ ഇരിക്കുക. കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വരക്കാൻ പറ്റത്തില്ല, മൊബൈൽ സ്ക്രീനിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്കാണ്, മുന്നിലേക്ക്. ഈ പ്ലെയിനിലല്ല ഇരിക്കുന്നത് കെ എന്ന് പറയുന്ന സാധനം, മുന്നിലേക്കാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ നോർമൽ വെക്ടർ ഈ എൻ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഫിംഗേഴ്സ് എങ്ങനെ പിടിക്കണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ പിടിച്ചാലാണ് ഈ കെ എന്ന് പറയുന്ന സാധനം ഇവിടേക്കാണ് കേട്ടോ, മുന്നിലേക്കാണ്, നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും തമ്പിന്റെ സ്ഥാനത്ത് കെ വരും, നിങ്ങളുടെ ഇൻഡെക്സ് ഫിംഗറിന്റെ സ്ഥാനത്ത് ടി വരും, എന്നിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ മിഡിൽ ഫിംഗർ വരും. അപ്പൊ മിഡിൽ ഫിംഗർ എന്നിന്റെ സ്ഥാനത്ത് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് പിടിക്കാം എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലായി. തമ്പിന്റെ സ്ഥാനത്ത് കെയും ഇൻഡെക്സ് ഫിംഗറിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ ടിയുമാണ് വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ എൻ എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ഫിംഗർ ആണ്. ആ മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് എന്തിന്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ്? തമ്പ് ക്രോസ് ഇൻഡെക്സ് അല്ലേ നമ്മൾ പറഞ്ഞേ. യു വിയും തമ്പാണ് തുടങ്ങണേ ഫസ്റ്റ് ഫിംഗർ ആയിട്ട്, എന്നിട്ട് ക്രോസ് സെക്കൻഡ് ഫിംഗർ ഇസ് ഈക്വൽ ടു ദ തേർഡ് ഫിംഗർ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എങ്ങനെ വരിക? തമ്പ് കെ ക്രോസ് ടി ആണ് ഈ കേസിൽ എൻ. ഓക്കെ, അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് കർവ് ട്രേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അതെടുക്കാം, അത് ഓർക്കാം. കാരണം കെ ക്രോസ് ടി എന്ന് പറയുന്നത് അതിന്റെ നെഗറ്റീവ് ആണ്, ടി ക്രോസ് കെയുടെ നെഗറ്റീവ് ആണ്. നിങ്ങൾ ആ ഡിറ്റർമിനന്റിന്റെ ഫോർമുല യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ നമുക്കിപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് കർവ് ട്രേസ് ചെയ്യണേന്ന് അങ്ങ് വിചാരിക്കാം. സോ ഔട്ട്വേർഡ് ഫ്ലക്സ് അക്രോസ് എ പ്ലെയിൻ കർവ്. പ്ലെയിൻ കർവ് തന്നെ ക്ലോസ്ഡ് ആണ്. പിന്നെ വേറെ എന്താണ്? ക്ലോസ്ഡ് കർവ് ആണെന്ന് വേണം. പിന്നെ പ്ലെയിൻ കർവ് എന്നുള്ളതിന് ഞാൻ XY പ്ലെയിനിലെ കർവ് എടുക്കുന്നു. ഓക്കെ, പിന്നെ ട്രേസ്ഡ് ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ.
is given by integral over C f dot n ds. ഞാൻ ഇവിടെ താഴെ എഴുതാൻ ഇവിടെ സ്ഥലമില്ല. That is equal to flux is equal to flux across curve C is equal to integral over C f dot n ds. What is n? N is nothing but the unit normal, and unit normal in this case, if it is in the anti-clockwise direction, this outward flux is given by integral over C f dot നമ്മൾ എന്താ പറഞ്ഞേ t cross k എന്നല്ലേ t cross k anti-clockwise t cross k ds. ഇതിന് ഇങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കണം എന്ന് നിർബന്ധമില്ല. ഇതിനെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. അപ്പോൾ അത് പഠിച്ചാലും മതി. കാരണം ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാലോ. എന്താണ് ടി എന്ന് പറഞ്ഞാൽ? ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ അല്ലേ. അപ്പോൾ കർവ് സീനെ ഞാൻ പാരാമീറ്ററൈസ് ചെയ്യുവാണെങ്കിൽ ഞാൻ എക്സിനെയും വൈനെയും ഒക്കെ കർവ് സി എക്സ് വൈ പ്ലെയിനിലെ കർവ് ആണേ. അപ്പോൾ ഇസഡ് ഇല്ല. ഇങ്ങനെ എഴുതി. ടി എന്ന് പറയുന്നത് ഒരു എ തുടങ്ങി ബി വരെ വേരി ചെയ്യാണ്. ആണെങ്കിൽ വാട്ട് ഇസ് ടി? ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഡി ആർ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി ആണ്. അപ്പോൾ ടി ക്രോസ് കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടി ക്രോസ് കെ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഐ ജെ കെ. ടിയുടെ കോർഡിനേറ്റ്സ് ഇതെന്താ? ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി j by modulus of this. അപ്പോൾ എനിക്ക് ഇവിടെ എന്തെന്ന് എഴുതാം? ഡി എക്സ് ബൈ ഡി ടി ബൈ മോഡ് ഡി ആർ ബൈ ഡി ടി ഡി വൈ ബൈ ഡി ടി ബൈ മോഡ് ഡി ആർ ബൈ ഡി ടി. കെ കമ്പോണന്റ് ഇല്ല ടിക്ക്, എക്സ് വൈ പ്ലെയിനിലാണ്. പിന്നെ എന്തുട്ടാ? കെ അല്ലേ രണ്ടാമത്തെ വെക്ടർ? ടി ക്രോസ് കെ. ടി ക്രോസ് കെ. ടി എഴുതി. കെ എന്ന് പറഞ്ഞാൽ 0i പ്ലസ് 0j പ്ലസ് 1k. അതാണ് കെ. അപ്പോൾ ഇതിന് എന്താ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനാണ്. ഡിറ്റർമിനന്റ് വെച്ചിട്ട് ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഐ ഇൻറ്റു, ഞാൻ ഈ വാട്സപ്പ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നു. ഐ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി ഇൻറ്റു മൈനസ് 0, അത് വേണ്ട, മൈനസ് ജെ ഇൻറ്റു ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണ് ഡി എക്സ് ബൈ ഡി ടി മൈനസ് 0 ഡി എക്സ് ബൈ ഡി ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി. ഓക്കെ, പ്ലസ് കെ ഇൻറ്റു 0 മൈനസ് 0. അപ്പോൾ അതില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് എൻ എന്ന് കിട്ടി. ഡി വൈ ബൈ ഡി ടി ആണ് ആദ്യം, മൈനസ് ഡി എക്സ് ബൈ ഡി ടി ആണ് ജെ കമ്പോണന്റ്. അതിൻ്റെ മോഡുലസ് യൂണിറ്റ് നോർമൽ ആക്കാൻ വേണ്ടി മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് അവർ എൻ. ഹിയർ ദിസ് ഈസ് എൻ സിൻസ് സി ഈസ് ട്രേസ്ഡ് ഇൻ ദി ആൻറ്റി ക്ലോക്ക്വൈസ് ഡിറക്ഷൻ. സോ അവർ ഫ്ലക്സ് എന്ന് പറയുന്നത് therefore ഫ്ലക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താ തന്നിരിക്കണേ? എം ഐ പ്ലസ് എൻ ജെ. എൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ കിട്ടിയേ? നമുക്ക് കിട്ടിയത് അവിടെ ഡി വൈ ബൈ ഈ സാധനമാണ് നമുക്ക് എൻ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എവിടെ പേസ്റ്റ്, ഇത്തിരി വലിപ്പം കൂടിപ്പോയി, എന്നാലും സാറില്ല. ഇവിടെ ഒരു ഡോട്ട് പ്രോഡക്റ്റ് ഉണ്ട്. മോഡുലസ് താഴെയല്ലേ, അപ്പൊ അവിടെ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എഫ് ഡോട്ട് എൻ ഡി എസ്. വാട്ട് ഇസ് ഡി എസ്? ഡി എസ് ഇസ് മോഡ് ഡി ആർ ബൈ ഡി ടി ഡി ടി. ടി വേരീസ് ഫ്രം എ ടു ബി. അപ്പോൾ ഇത് ഡി ആർ ബൈ ഡി ടി ഇതൊക്കെ കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ട്? നിങ്ങളിതൊന്നും പഠിക്കണ്ട. നിങ്ങൾ ആ ഫോമുല കിട്ടിക്കഴിയുമ്പോൾ ആ ഫോമുല മാത്രം പഠിച്ചാൽ മതിട്ടാ. ആ ഡോട്ട് പ്രോഡക്റ്റ് ഞാൻ എടുക്കുവാണ്. യു വിൽ ഗെറ്റ് എം ഡി വൈ ബൈ ഡി ടി ഐ ഡോട്ട് ഐ ഇസ് 1 മൈനസ് എൻ ഡി എക്സ് ബൈ ഡി ടി ഐ ഡോട്ട് ജെ ഡോട്ട് ജെ ഇസ് 1 ഡി ടി.
എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇതിപ്പോ ടി എന്നൊന്നും നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് വേണമെങ്കിൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ പാരാമീറ്റർ ഒന്നും എഴുതണ്ട, കർവ് സിയിൽ ഈ പറയുന്ന സാധനം ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി. സോ എന്താ നമ്മളിപ്പോൾ ചെയ്ത ഒരു പെർട്ടിക്കുലർ കേസിൽ വെൻ ദ ഫോഴ്സ് വെലോസിറ്റി ഫീൽഡ് ഇസ് എ 2-dimensional vector field in the xy plane and the curve C is a closed curve traced in the anti-clockwise direction in the xy plane, your outward flux across the curve C is given by the formula integral over C m dy minus n dx, where m and n are the components of I, j components of the velocity field capital F എന്ന് കിട്ടി. ഇതെങ്ങനെ ഓർത്തിരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ഫ്ലോ അല്ലെങ്കിൽ സർക്കുലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ടാൻജൻഷ്യൽ കമ്പോണൻസിന്റെ ഇന്റഗ്രൽ ആണ്. ആൻഡ് അത് ടാൻജൻഷ്യൽ കമ്പോണന്റ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ആയതുകൊണ്ട് എം എൻ എന്ന് പറയുന്ന ക്യാപിറ്റൽ എഫ് ആണല്ലോ എം ഐ പ്ലസ് എൻ ജെ. ക്യാപിറ്റൽ എഫ് എം ഐ പ്ലസ് എൻ ജെ ആണെങ്കിൽ അതിന്റെ നമ്മുടെ കർവ് സിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഡി എക്സ് അല്ലെ പ്ലസ് എൻ ഡി വൈ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇതാണ് വരിക. ഇതിന് തന്നെ ഫ്ലക്സ് എന്ന് പറയുന്നത് നോർമൽ കമ്പോണൻസ് ആണ്. അതായത് ഇതിന്റെ നേരെ പെർപെൻഡിക്കുലർ ഡിറക്ഷനിലുള്ള കമ്പോണൻസ് ആണ് ഫ്ലക്സിൽ വേണ്ടത്. അപ്പൊ നമ്മളൊരു ലൈൻഡ് ഇക്വേഷനിൽ നിന്ന് നമ്മൾ അതിന്റെ പെർപെൻഡിക്കുലർ ലൈൻഡ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി നമ്മുടെ എക്സിന്റെ വൈന്റെ കോഎഫിഷ്യൻസ് തിരിച്ചെഴുതിയിട്ട് ഒരു സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കും അല്ലെ. ഇവിടെ ലൈൻഡ് ഇക്വേഷൻ ഒന്നും അല്ല, ഇതൊക്കെ വേറെ സാധനമാണ്, ഓപ്പറേറ്റർ ആണ്, ഇന്റഗ്രന്റ് ആണ്. അതൊക്കെ മനസ്സിലായി, എനിക്ക് അറിഞ്ഞുകൊണ്ട് പറയാണ്. ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതില് ഈ എമ്മും എന്നും ഡി എക്സും ഡി വൈ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റി കൊടുക്കുക. അതായത് എം ഡി എക്സ് അല്ല ഡി വൈ മൈനസ് എൻ ഡി എക്സ് എന്ന് എഴുതിയാൽ ഇതിങ്ങനെ ഓർത്തിരിക്കാം. ഇത് വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഇത് ഒരു കാര്യമുള്ള കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാനിത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പവഴി പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് ഫ്ലക്സിന്റെ ഫോമുലയും ഫ്ലോന്റെ ഫോമുലയും ഫ്ലോ അല്ലെങ്കിൽ സർക്കുലേഷന്റെ ഫോമുലയും നമ്മൾ റിലേറ്റ് ചെയ്ത് എക്സ് വൈ പ്ലെയിനിൽ ഇങ്ങനെയാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം നോക്കിക്കേ. സർക്കുലേഷനും ഫ്ലക്സും കണ്ടുപിടിക്കാനാണ്. വെലോസിറ്റി ഫീൽഡ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ ആണ് വെലോസിറ്റി ഫീൽഡ്. ഒരു കർവ് പറഞ്ഞിരിക്കുന്നത് അറൗണ്ട് ആൻഡ് അക്രോസ് ദി ക്ലോസ്ഡ് സെമി സർക്കുലർ പാത്ത് that consists of the semicircular arc C1. So it's a semicircular path. ആദ്യം പറയുന്നത് R1 of t is equal to a cos t I plus a sin t j, where t varies from 0 to pi. അപ്പോൾ നമുക്കറിയാം a cos t a sin t എന്ന് പറഞ്ഞാൽ ഏത് സർക്കിളാണ്? സെന്റേർഡ് അറ്റ് ഒറിജിൻ a റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് നമുക്ക് കിട്ടുന്നത് ആ പാരാമെട്രിക് ഇക്വേഷൻ വെച്ചിട്ട്. പക്ഷെ ഇത് മൊത്തം എടുക്കുന്നില്ല. വെൻ ടി വേരീസ് ഫ്രം 0 to 2π വരെ വേരിയുമ്പോഴാണ് ഈ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ട്രേസ് ആവുന്നത്. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടി വേരീസ് ഫ്രം 0 to π. അപ്പൊ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഏത് പോയിന്റ് കിട്ടുമെന്ന് നോക്കുക അല്ലെ. ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി, y is equal to a sin t എന്ന് പറഞ്ഞാൽ ഈ t എന്നുള്ള വേരിയബിൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആ ഇക്വേഷൻ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കാർട്ടീഷ്യനിലേക്ക് ആക്കണം. ഫോർ എക്സാമ്പിൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? കോസ് ടീനെ നിങ്ങൾക്ക് എക്സ് ബൈ എന്ന് എഴുതാം, സൈൻ ടീനെ നിങ്ങൾക്ക് വൈ ബൈ എന്ന് എഴുതാം. എന്നിട്ട് ഈ ടി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി, ഫോർ എക്സാമ്പിൾ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഐഡന്റിറ്റി യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. സോ ദാറ്റ് ഇസ് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദിസ് കർവ്. And you know that it is a circle centered at origin with radius a. പക്ഷെ when t varies from 0 to pi എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് സർക്കിൾ കിട്ടണം എന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ ടി ഈക്വൽ ടു 0 കൊടുത്താൽ എക്സ് എന്ത് വരും? എ കോസ് ടി, എ കോസ് 0, that is you will get a. So when you put t is equal to 0 you will get the point a
സൈൻ 0 0 ആയതുകൊണ്ട് 0 A0 ഈ പോയിന്റ് ആണ് t ഈക്വൽ ടു 0 ആകുമ്പോൾ കിട്ടുന്നത് A0 എന്നുള്ള പോയിന്റ്. t ഈക്വൽ ടു പൈ കൊടുക്കുമ്പോഴോ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? കോസ് പൈ എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. അപ്പൊ -A0 എന്നുള്ള പോയിന്റ്, അതായത് ഈ പോയിന്റ് ആണ് -A0 എന്നുള്ള പോയിന്റ് ആണ് t ഈക്വൽ ടു പൈ കൊടുക്കുമ്പോൾ വരുന്നത്. അപ്പൊ ഇത് തന്നെ അപ്പൊ ഹാഫ് പോർഷൻ ഉള്ളൂ എന്ന് ഏകദേശം നമുക്ക് പിടികിട്ടി. പക്ഷെ ഇത് അപ്പർ ഹാഫ് ആണോ ലോവർ ഹാഫ് ആണോ സർക്കിളിന്റെ എന്ന് അറിയണമെങ്കിൽ 0നെ പൈന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും വേറൊരു വാല്യൂ കൂടെ അടുത്ത് കൊടുത്താൽ മതി. ഇത് സ്റ്റാൻഡേർഡ് പാരാമീറ്ററൈസേഷൻ അറിയുന്നവർക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് A cos t A sin t എന്നുള്ള പാരാമെട്രിക് ഇക്വേഷൻ ട്രേസ് ആവുന്നതെന്ന് മനസ്സിലാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 0നെയും പൈന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കിയാൽ, സേ ഫോർ എക്സാമ്പിൾ π/2 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് വിൽ ട്രേസ് ദ പോയിന്റ് 0A എന്നുള്ള പോയിന്റ് ആണ് എവിടെ π/2 എന്നുള്ള വാല്യൂ t ഈക്വൽ ടു π/2 കൊടുക്കുമ്പോൾ വരുന്നത്. അപ്പോൾ അത് 0 തുടങ്ങി π വരെ വേരി ചെയ്യുമ്പോൾ ആക്ച്വലി ഇതാ ഇങ്ങനെ ട്രേസ് ആയി ഇവിടെ വരെ എത്തും. അപ്പൊ ആ താഴത്തെ പോർഷൻ ഇതിലില്ല. ഇതിപ്പോ വായിക്കാനായിട്ട് പറ്റത്തില്ല. ഇത്രേ ഉള്ളൂ. ഇവിടെ തുടങ്ങി A0 എന്ന് തുടങ്ങി ഇങ്ങനെ ഇവിടെ വരെ വന്നു. That is our curve C1, semicircular arc. Then C2 is a line segment ti എന്ന് എഴുതിയിരിക്കണം. R2 is equal to ti. ti എന്ന് പറയുന്നത് when t equal to -a you will get the point -a0. ഈ പോയിന്റ് കിട്ടും. ലൈൻ സെഗ്മെന്റ് അവിടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും അധികം കോംപ്ലിക്കേഷൻ ഇല്ല. അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഏതാണ് ലൈൻ എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. അതായത് x is equal to t എന്നാണ് ലൈൻ അല്ലെ. t varies from -a to +a എന്ന് പറയുമ്പോഴത്തേക്കും y-നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എക്സ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, t varies from -a to a എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൈയോ വൈ എന്താണ്? വൈ എന്ത് വേണമെങ്കിലും ആവാം അല്ലെ? ആണോ? എക്സ് വൈ എന്ത് വേണമെങ്കിലും ആവാന്നാണോ അതിന്റെ അർത്ഥം? എക്സ് R2 ഇതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എങ്ങനെയത്? R2 എന്ന് പറഞ്ഞാൽ എന്താ എഴുതിയിരിക്കണം? R2 t is equal to ti. അപ്പൊ എക്സ് ടി ആണ്. വൈ എന്താണ്? വൈ ആരും ഉണ്ടല്ല. അതുകൊണ്ട് ഞാൻ സമയം പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, കാരണം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. y 0 ആണ്. അപ്പൊ ആക്ച്വലി ഇതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y is equal to 0 എന്ന് തന്നെയാണ്. y is equal to 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി എക്സ് ആക്സിസ് ആണ് നമ്മളുടെ C2 എന്നുള്ള കേവ്. പക്ഷേ എക്സ് ആക്സിസ് മുഴുവനായിട്ടില്ല. t varies from -a to a and x is t എന്ന് പറഞ്ഞാൽ x varies from -a to a. y equal to 0 എന്നുള്ള ഇക്വേഷൻ മുഴുവൻ ഇല്ല. x varies from -a to a മാത്രമേ ഉള്ളൂ. അതായത് -a തുടങ്ങി +a വരെയുള്ള ഈ A0 തുടങ്ങി -a0 തുടങ്ങി A0 വരെയുള്ള ഈ ലൈൻ സെഗ്മെന്റ് ആണ് C2. അപ്പൊ നമ്മളുടെ കേർവിനെ പറ്റി ഒരു ഐഡിയ ആദ്യം വായിക്കുമ്പോൾ ഉണ്ടാവണം, ഈ പ്രോബ്ലം വായിക്കുമ്പോൾ. അപ്പൊ നമ്മുടെ കർവ് സിനെ പറ്റി ഇവിടെ എന്താ പറഞ്ഞേ? കർവ് സി എന്ന് പറഞ്ഞാൽ ഒരു യൂണിയൻ ഓഫ് 2 സ്മൂത്ത് കർവ്സ് ആണ്. കർവ് സി ഒരു സ്മൂത്ത് കർവ് അല്ല, ഒരു സെമി സർക്കുലർ പാത്തും പിന്നെ ഒരു ലൈൻ സെഗ്മെന്റും കൂടിയിട്ടാണ് പറഞ്ഞേക്കണേ. അതിന് ഷാർപ്പ് എഡ്ജസ് ഉണ്ട് അല്ലെ. -a0 ഒരു ഷാർപ്പ് പോയിന്റ് ആണ്, A0 ഒരു ഷാർപ്പ് പോയിന്റ് ആണ്, ഡിഫറൻഷ്യബിൾ അല്ലാത്ത സ്മൂത്ത് അല്ലാത്ത പോയിന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള പോയിന്റ്സ് ഉള്ള കർവിനെ നമ്മൾ എന്താ പറയാ? അതിന് സ്മൂത്ത് കർവ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു പീസ് വൈസ് സ്മൂത്ത് കർവ് ആണ്. 2 പീസസ് ആക്കിയ ഈ 2 പീസസും സ്മൂത്ത് ആണ്. C1 ഉം C2 ഉം സ്മൂത്ത് ആണ്. അപ്പൊ നമുക്ക് C1 യൂണിയൻ C2 ആണ് C എന്ന് പറയാം. നമ്മള് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഓവർ C എന്നുള്ളതിനെ എന്ത് സാധനമാണെങ്കിലും integral over C something ds is equal to integral over C1 plus integral over C2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, എന്താണെങ്കിലും ഇവിടെ എന്താണെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്ലോവും സർക്കുലേഷനും ഫ്ലക്സും കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം തുടങ്ങുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങളും ഇത്രയും സമയം എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് വായിച്ചിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഫ്ലോന്റെയും സർക്കുലേഷന്റെയും ഫ്ലക്സിന്റെയും ഫോർമുല എഴുതണം. അതിന് മുന്നേ ആദ്യമേ തന്നെ നിങ്ങൾ കാണുമ്പോൾ ക്യാപിറ്റൽ എഫിൽ ഇസഡ് ഇല്ല, I കമ്പോണന്റും J കമ്പോണന്റും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം.
കേർവ് സിയിലും C1 C2 യൂണിയൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും C1 C2 ഇസഡ് കമ്പോണന്റ് കെ കമ്പോണന്റ് ഇല്ല. അപ്പോ ഈ പറയുന്ന കാര്യങ്ങള് എന്താണ്, കേർവ് XY പ്ലെയിനിലെ കേർവ് ആണെന്നും ഫോഴ്സ് വെലോസിറ്റി ഫീൽഡ് XY പ്ലെയിനിലെ 2 ഡയമെൻഷണൽ വെക്റ്റർ ഫീൽഡ് ആണെന്നും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സർക്കുലേഷൻ എന്ന് പറയുന്നത്, ഇതിന് സർക്കുലേഷനും ഫ്ലോന്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു സിംപ്ലർ ഫോം എടുക്കാം. സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ആണ്. പക്ഷേ ഇൻ ദി XY പ്ലെയിൻ ഇറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. സോ യു ക്യാൻ യൂസ് ദിസ് ഫോർമുല ഇൻ ദി XY പ്ലെയിൻ. അതുപോലെ തന്നെ ഫ്ലക്സ് എന്ന് പറയുന്നത് integral over C F dot NDS ആണ്. And here since it is in the XY plane you can write M dy minus NDX. അപ്പോൾ ഈ രണ്ട് ഫോർമുലകൾ നിങ്ങൾ എഴുതണം. എന്നിട്ട് നിങ്ങളിവിടെ M എന്താണെന്ന് എഴുതണം. ക്യാപിറ്റൽ F എഴുതിയാൽ M എന്താണെന്ന് കിട്ടും. ക്യാപിറ്റൽ F എന്താണ്, XI plus YJ. അപ്പോൾ what is M? M is X, I coordinate, I component, and N is J component, it is Y. Okay. സമയമാറായി. എന്നാലും നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്ത് പോകാം. എമ്മും എന്നും കിട്ടി. നൗ യു ക്യാൻ റൈറ്റ് വേറെ എന്തൊക്കെ വേണം. ഇപ്പോൾ സർക്കുലേഷൻ ആണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ DX DY അല്ലേ, അത് വേണം. അപ്പോൾ നമ്മൾ ആദ്യം C1 C2 സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ C1 along C1 എന്താണ് C1ന്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്, X is A cos t, Y is A sin t, and t varies from 0 to pi. അപ്പോൾ ഇവിടെ along C1 തന്നെ you can write what is dx minus a sin t dt. What is dy? dy is a cos t dt. ഓക്കെ, ഇങ്ങനെ എളുപ്പത്തിൽ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. Therefore സർക്കുലേഷൻ എഴുതണ്ട, കാരണം C1 C2 ചെയ്തിട്ട് സം ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് C1 മാത്രം ആദ്യം എഴുതാം. എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽസ് എലോങ് C1 എമ്മും കൂടി എഴുതുന്നത് നല്ലതായിരിക്കും. എലോങ് C1 നമ്മൾ ഡി എക്സ് എഴുതി ഡി വൈ എഴുതി. എലോങ് C1 തന്നെ വാട്ട് ഇസ് എം എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് അല്ലേ, ഇവിടെ എഴുതിയിട്ടുണ്ട് എക്സ് ആണെന്ന്. സോ വാട്ട് ഇസ് എക്സ് ഇസ് എ കോസ് ടി. Along C1, what is n? N is y, y is a sin t. So you can write along C1, integral over C1, m dx plus n dy is nothing but integral 0 to pi. What is m? A cos t. What is dx? dx is minus a sin t dt plus n. What is n? A sin t. What is dy? What is dy? A cos t dt. So this is that integral. So ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മൈനസ് എ സ്ക്വയർ ഉണ്ട് അല്ലേ, സൈൻ ടി കോസ് ടി ഉണ്ട് അല്ലേ. അടുത്തതിലോ എ സ്ക്വയർ ഉണ്ട്, സൈൻ ടി കോസ് ടി ഉണ്ട്. ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കട്ട് ചെയ്ത് പോയി 0 കിട്ടി. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് പോയിട്ട് യു വിൽ ഗെറ്റ് 0. ഇന്റഗ്രൽ ഓഫ് 0 വിച്ച് ഇസ് 0. അപ്പോൾ ഇത് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് 1 എന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം, കാരണം ഇനി C2 ചെയ്യണം അല്ലേ. എലോങ് C1 തന്നെ നമ്മൾ ഫ്ലക്സിലും ചെയ്യേണ്ടി വരും. ഫ്ലക്സിൽ എം ഡി വൈ മൈനസ്, അതാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം, അല്ലെ പിന്നെ ഫ്ലക്സ് രണ്ടാമത് ചെയ്യണം. നമുക്കിത് ഇവിടെ തന്നെ അങ്ങ് ചെയ്ത് നോക്കാം. C1 തന്നെ ഇനി കണ്ടുപിടിക്കേണ്ടി വരുന്നത് എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് അല്ലേ, അതും കൂടി അങ്ങ് കണ്ടുപിടിച്ചാൽ. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് വെക്കുക, ഇതേപോലെ തന്നെ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ C2 എടുക്കുക. C2 എന്താണ് എക്സ് ടി ആണ്, എന്താണ് വൈ എന്ന് പറയുന്നത് 0 ആണ്. ടി എവിടെ തുടങ്ങി എവിടെ വരെയാണ് വേരി ചെയ്യണേ, മൈനസ് എ തുടങ്ങി പ്ലസ് എ വരെയാണ് വേരി ചെയ്യണേ. ഇവിടെ നിങ്ങൾ എന്തൊക്കെ എഴുതണം, ഡി എക്സ് എഴുതണം. എലോങ് C2 നിങ്ങൾ ഡി എക്സ് എന്താണെന്ന് എഴുതണം, ഡി വൈ എന്താണെന്ന് എഴുതണം. എലോങ് C2 വോട്ട് ഇസ് എം എന്ന് എഴുതണം, വോട്ട് ഇസ് എൻ എന്ന് എഴുതണം. എന്നിട്ട് എലോങ് C2 യു ക്യാൻ ഫൈൻഡ് ദിസ് 2 ഇന്റഗ്രൽസ്. ഏതൊക്കെയാണ്, ഇന്റഗ്രൽ ഓവർ C2 എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ കണ്ടുപിടിക്കണം. പിന്നെ ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി എം ഡി വൈ മൈനസ് എൻ ഡി എക്സും കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ 4 സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലാസ്റ്റ് സർക്കുലേഷൻ, കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലേഷൻ എറൗണ്ട് കർവ് സി കാണാം. എറൗണ്ട് സി
is equal to integral over C1 plus integral over C2 plus integral over C2 which is equal to അതിവിടെ നമ്മൾ രണ്ടായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. That is equal to ഇത് രണ്ടും കൂടെ സം ചെയ്ത് നമ്മൾ ഇത് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ this is actually counter clockwise അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് സർക്കുലേഷൻ. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്താ കണ്ടുപിടിക്കാനുള്ളത്, ഔട്ട്വേർഡ് ഡ്രോൺ ഫ്ലക്സ് അല്ലേ. അപ്പോൾ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങൾക്കറിയാം across the curve C is integral over C1 plus integral over C2. ഇത് എഴുതണം കേട്ടോ, MDY minus MDX ആണ്. എന്നിട്ട് ആ രണ്ട് ഇൻ്റഗ്രൽ നിങ്ങളവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതും എഴുതി സം ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ഇതും രണ്ടെണ്ണം എഴുതി സം ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സർക്കുലേഷൻ കിട്ടി. ഇത്രയും ചെയ്യാനുണ്ട്, പക്ഷെ അത് എളുപ്പമാണ്. കാരണം ഇപ്പോൾ C1 നമ്മൾ M എഴുതിയിട്ടുണ്ട്, DY എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. വാട്ട് ഇസ് M is A cos T. So you can write A cos T. What is DY? DY already നമ്മൾ എഴുതിയിട്ടുണ്ട്, A cos T dt. A cos T dt. Minus N dy. What is N? A sin T. What is dx? Dx is minus A sin T dt. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും നോക്കാം. ഇൻ്റഗ്രൽ ഓവർ C2 എന്ന് പറഞ്ഞാൽ C2 അല്ല കേട്ടോ, C1. So T varies from 0 to pi. So integral 0 to pi. This is A square cos square T plus A square sin square T. Sin square T plus cos square T 1 ആയതുകൊണ്ട് this is integral 0 to pi A square dt. So you can write A square into within T within the limits 0 to pi. So you will get A square into pi minus 0 is A square pi. So you get second value കിട്ടി. അതുപോലെ തന്നെ C2ലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. C2ൽ എന്ത് ചെയ്യണം, x ആണ് t ആണ്. സോ dx is dt. dy എന്ന് പറയുന്നത് y0 ആണ്, dy is 0. along C2 what is M? M നമ്മൾ നേരത്തെ പറഞ്ഞു x ആണെന്ന് അല്ലെ. M എന്ന് പറഞ്ഞത് x ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. N y ആണ്. അപ്പോൾ M എന്ന് പറഞ്ഞാൽ x ആണ്, x is t. N എന്ന് പറഞ്ഞാൽ y ആണ്, y is 0. സോ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. T varies from minus A to plus A. M എന്ന് പറഞ്ഞാൽ t ആണ്, dx എന്ന് പറഞ്ഞാൽ dt ആണ്, n എന്ന് പറഞ്ഞാൽ 0 ആണ്, dy എന്ന് പറയുന്നതും 0 ആണ്. So you can integrate t square by 2 within the limits minus A to A. Then you will get, ഇത് മൈനസ് A to A എന്ന് തന്നെ എഴുതിയില്ലെങ്കിൽ തെറ്റിപ്പോകും, കാരണം ഒരേ ഡിറക്ഷനിൽ തന്നെ കർവ് ട്രേസ് ആവണം. അപ്പോൾ A സ്ക്വയർ മൈനസ് Aയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ A സ്ക്വയർ മൈനസ് A സ്ക്വയർ ബൈ 2 യു വിൽ ഗെറ്റ് 0. അപ്പോൾ മൂന്നാമത്തെ നമ്മുടെ ആവശ്യമുള്ള സാധനവും 0 ആണ്. ഈ നാലാമത് ഇതിൽ നമ്മൾ M എന്ന് പറഞ്ഞാൽ t ആണ്, dy എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ t ഇൻറ്റു 0 മൈനസ് n എന്ന് പറഞ്ഞാൽ 0 ആണ്, dx എന്ന് പറഞ്ഞാൽ 0 അല്ല എന്നാൽ പോലും നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം, അവിടെ 0 കിട്ടും. അപ്പോൾ ഇതും 0 ആണ്, ഇൻ്റഗ്രൽ തന്നെ 0 ആണ്. അപ്പോൾ നിങ്ങൾ ഈ 1 2 3 4 എന്ന് പറഞ്ഞാൽ 4 വാല്യൂ കിട്ടിയിരിക്കുന്നത് ഉപയോഗിച്ചാൽ C1 സർക്കുലേഷൻ്റെ ആ കമ്പോണൻറ്റ് A സ്ക്വയർ പൈ പ്ലസ് C2 ആ കമ്പോണൻറ്റ് 3 പറയുന്നുണ്ട് ഇറ്റ് ഇസ് 0. സോ യു ഗെറ്റ് സർക്കുലേഷൻ as A സ്ക്വയർ പൈ. അതുപോലെ ഫ്ലക്സ് സെക്കൻഡ് ഇക്വേഷനിൽ C1 ഫ്ലക്സിൻ്റെ ആ കമ്പോണൻറ്റ് പറയുന്നുണ്ട്, അയ്യോ തെറ്റിപ്പോയോ, സെക്കൻഡ് ഇക്വേഷനിലാണ് ഇത് A സ്ക്വയർ പൈ അല്ല, 0 തന്നെയായിരുന്നു. ഫസ്റ്റ് ഇക്വേഷനിലാണ് ഇൻ്റഗ്രൽ ഓവർ C1 MDX പ്ലസ് MDY പറയുന്നത്, അത് 0 ആയിരുന്നു. തേർഡ് ഇക്വേഷനിൽ അതും 0 ആണ്. സോ ദ ആൻസർ ഇസ് 0. ഔട്ട്വേർഡ് ഫ്ലക്സ് സെക്കൻഡ് ഇക്വേഷനിൽ A സ്ക്വയർ പൈ, C2 അത് 0, ഫോർത്ത് ഇക്വേഷനിലുണ്ട്. സോ ദ ആൻസർ ഇസ് A സ്ക്വയർ പൈ. സോ കൗണ്ടർ ക്ലോക്ക്വൈസ് സർക്കുലേഷൻ ഇസ് 0 ആൻഡ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഇസ് A സ്ക്വയർ പൈ. ഇതാണ് ആൻസർ.